ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിങ്. ഹൗ ആർ യു എവരിബഡി? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനവും സന്ധ്യാവന്ദനവും. ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് വെൽ. നമ്മുടെ ജീവിതത്തിൽ എന്ത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നോ അതിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. And whatever the things influence in our life, we will go according to that. നമ്മുടെ ദാഹം നമ്മളെ ഇൻഫ്ലുവൻസിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. Our thirst will lead us into that influence. ദ പവർ ഓഫ് ഇൻഫ്ലുവൻസ്, സ്വാധീനത്തിന്റെ ശക്തി. ഹല്ലേലൂയ. ഈ സ്വാധീനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ദൈവശക്തിയാണ്. The power of influence is the power of God. Nothing is more damaging to a new truth that an old error. ഒരു പുതിയ സത്യത്തെ തകർത്ത് കളയുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് പഴയ തെറ്റുകളാണ്. പലപ്പോഴും ഒരു റിയൽ ട്രൂത്തിലേക്ക്, റിയൽ പ്രോമിസിലേക്ക് നാം കയറാൻ തുടങ്ങുമ്പോൾ പഴയ കാലത്തിൽ ചില തെറ്റുകൾ ശത്രു നമ്മുടെ മുമ്പിൽ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് വരും. Many of the time when we are stepping into a new truth, enemy will come behind us reminding all errors what we have done in the past. അങ്ങനെ നിങ്ങളുടെ മനസ്സുകൾ മടുത്തു പോകും. So that you will get weary in your mind. കർത്താവ് ഒരിക്കൽ ക്ഷമിച്ചു. And once God forgiven, കർത്താവ് എന്നേക്കുമായി മായ്ച്ചു കളഞ്ഞു. and God wiped away forever and ever. ഇനിയും പഴയ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. And hereafter you no need to think about the past incidents. നടക്കാൻ പോകുന്ന ആ പുതിയ കാര്യങ്ങളിലേക്ക് നാം സ്റ്റെപ്പ് ചെയ്യണം. And we have to step into the new things which is going to happen in our life. നമ്മുടെ ജീവിതം മുഴുവൻ മാറി മറിക്കാൻ പോകുന്നത്. And God is going to change our life completely. God raised him up, loosing the pangs of death, because it was not possible for him to be held by it. കർത്താവ് മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർപ്പിച്ചു. മരണത്തിന് അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. ആമേൻ. അപ്പോസ്തലപ്രവൃത്തി 2:24 ആ വാക്യം കാണുന്നത്. And we can see this verse in Acts chapter number 2 verse number 24. മരണപാശങ്ങൾക്ക് അവനെ അടക്കി വെക്കുവാൻ കഴിഞ്ഞില്ല. And the chains of death cannot hold him. അവൻ മരണപാശങ്ങളെ അഴിച്ചു. And he loosened the pains of the death. ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി നമ്മുടെ മേൽ പകർന്നു. And he gave us the power of this resurrection. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. And it is impossible for the death to hold him. ആമേൻ. മരണം എന്ന് പറയുന്നത് നമുക്ക് ഭയമാണ്. And always death causes fear in our life. മരണം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ അവസാനമായി മനുഷ്യൻ കണക്കാക്കും. And always humans consider death is the end of life. എന്നാൽ മരണത്തെ ജയിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതാ പരിശുദ്ധാത്മാവിന്റെ ശക്തി. But there is a power which overcomes the death. That is the power of the resurrection. ആ ശക്തിയിൽ ദൈവം നമ്മെ മുന്നോട്ട് വിടുന്നു. And God is leading us forward with that power. ആമേൻ. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട്, And God has loosed the pains of death. അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. And God raised him up. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായി. And because it was not possible that the death should hold him, നിങ്ങളെ പിടിച്ചു വെക്കുവാൻ കഴിയുകയില്ല. an enemy cannot hold you back. കാരണം അതാണ് ഉയർപ്പിന്റെ ശക്തി. Because you have the power of resurrection. ആ ഉയർപ്പിന്റെ ശക്തിയാൽ നിങ്ങളെ നിറച്ചിരിക്കുന്നു. And God has filled you with the power of resurrection. ഇന്ന് ഈ ഉയർപ്പിന്റെ ശക്തിയുമായി നിങ്ങൾ മുന്നോട്ട് മൂവ് ചെയ്യുക. And today you have to move forward with the power of this resurrection. മരണത്തെ ജയിപ്പിച്ച, മരണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ശക്തിയാ പരിശുദ്ധാത്മാവിന്റെ ശക്തി. The power of the Holy Spirit is the power which win over the death and which raised Jesus. ശക്തിയിൽ നമുക്ക് മുന്നേറാം. And we have to go forward with that power. നിങ്ങളുടെ മുൻപിൽ എല്ലാ അടഞ്ഞ വാതിലുകളും തുറക്കുന്നു. And all the closed doors in front of you are opening right now. ഈ വീക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ആത്മീക സന്തോഷം തരും. And in this week you are going to get a real joy in the spirit. നിങ്ങളുടെ ദുഃഖത്തെ സന്തോഷമാക്കും. And all your sadness are going to turn into joy. നിങ്ങളുടെ സങ്കടത്തെ ആനന്ദമാക്കും. And all your sorrows are going to be joy. നിരാശയെ ജോയ്ഫുൾ ആക്കി മാറ്റും. And God is going to change your disappointment into joyful. നിങ്ങൾ ഭാരപ്പെടണ്ട. No need to worry. നിങ്ങളുടെ ജീവിതം In your life, സാറ്റിസ്ഫൈഡ് ആകാൻ പോവുകയാണ്. God is going to make it satisfied. യേശുവിലുള്ള സന്തോഷം ലഭിക്കും. God is giving you the joy in Christ. യേശുവിനെ നോക്കി യാത്ര ചെയ്യുക. Look at Jesus and go forward. നിങ്ങളുടെ ലൈഫ് മുഴുവനും തകർന്നതായിരിക്കാം. Sometimes your life may be completely broken. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ല. You may have no hope in your life. എന്നാൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. But God is going to do a miracle. God bless you.
കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ലവ് യു. ഇന്നത്തെ ദിവസം Today. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കും. Today this message will completely change your life. ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. I'm going to pray for you. ഞങ്ങളുടെ കർത്താവേ, Our Lord, ഈ മക്കളെ ബ്ലസ് ചെയ്ത് we bless these children. ഇവരെ അനുഗ്രഹിക്കണം. Lord, bless them. ഇവരുടെ ജീവിതത്തിൽ In their life, അങ്ങയുടെ ഇടപെടിയിൽ സംഭവിക്കട്ടെ. let their interfere അടഞ്ഞ happen. വാതിലുകൾ തുറക്കട്ടെ. Let every closed doors be opened. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു തിരിച്ചു വരട്ടെ. All the lost hope, let that come back. അത്ഭുതം ചെയ്യണമേ. Lord, do a miracle. യേശുവിൻ നാമത്തിൽ. In Jesus' name. ആമേൻ. Amen. God bless you.